ഗൈസ്, അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് എന്റെ 2025 കുറിച്ച് പറയാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2026 2003 ആയപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. അങ്ങനെയല്ല ഗൈസ്, ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ കുറെ റീലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ 2025 കുറിച്ച് ഞാൻ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. കാരണം എന്റെ 2025 അടിപൊളിയായിരുന്നു ഗൈസ് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോ 27 ആയി ഏജ്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് 2025. എന്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. ഞാൻ ഭയങ്കര എന്താ പറയുക, എല്ലായിടത്തും ഭയങ്കര സംസാരമാണ്, ഭയങ്കര കമ്പനി ആവും, പിന്നെ എല്ലായിടത്തും ഭയങ്കര വീട്ടിൽ തോന്നുന്നു പറയുന്ന ഒരാളാണ്. ചില്ലാണ്. ഞാൻ ഫുൾ ടൈം ചെറിയ കോമഡി ഒക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഭയങ്കര ജോളിയായിട്ട്. എന്നിട്ട് 2025 എനിക്ക് തോന്നിയൊരു കാര്യം, റിയൽ ജോക്കറായി പോയി ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുറത്ത് കുറേ ചിരിച്ച് അകത്ത് കുറേ കരയുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് 2025 വന്നു. എന്റെ 2025 എനിക്ക് കിട്ടിയിട്ടുള്ള എന്റെ 2-3 അനുഭവങ്ങൾ ഞാൻ പറയാം. ഇത്രയും പോസ്റ്റ് ആവാൻ കാരണം ഞാൻ പറയുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ 2025 ആയപ്പോഴേക്കും എനിക്ക് ഒരൊറ്റ ഫ്രണ്ട്സ് ഇല്ല ഗൈസ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല. ഞാൻ 2025 വരെ വിചാരിച്ചത് എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ 2025 കഴിയുന്നതോടുകൂടി എനിക്ക് കാര്യം മനസ്സിലായി, അവർക്ക് വേറെ ആരുടെയൊക്കെയോ ഫ്രണ്ട്സ് ആയിരുന്നു, എന്റെ അല്ല. എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. എന്തിന് എന്റെ ഹസ്ബൻഡ് പോലും. ഞാൻ അവരെക്കാളും പ്രയോറിറ്റി കൊടുത്തിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട്സ് തന്നെ. പക്ഷെ അറ്റ് ലാസ്റ്റ് എനിക്കത് കംപ്ലീറ്റ്ലി അങ്ങനെയല്ല, ഫാമിലിയാണ്, ഫ്രണ്ട്സ് ആണെന്ന് മനസ്സിലാക്കി തന്ന ഒരു ഇയർ ആണ് 2025. ഒരു കണക്കിൽ 2025 നല്ലതുമാണ്. കാരണം എന്റെ നല്ലതെന്താ എന്റെ ചീത്ത എന്താന്ന് മനസ്സിലാക്കാൻ എനിക്ക് 2025 കൊണ്ട് കഴിഞ്ഞു. അതുപോലെ പിന്നെ പൊതുവേ പിന്നെ എന്റെ 2025 പറഞ്ഞ ഒരു 10 ആൾ കൂടുന്ന സ്ഥലത്ത് ഏറ്റവും ഞാൻ ഇറങ്ങി പോരുന്നത് ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ ഒരു കരച്ചിലോ അല്ലെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടോ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025. അതുകൊണ്ട് 2-3 ആൾ കൂടുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാനേ പേടിയായിരുന്നു. കാരണം ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഒരു 2-3 ദിവസം ഞാൻ ആ ഒരു ട്രോമയിൽ അങ്ങ് പോകും. നമ്മളെ ഇന്നർ അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ളത് എനിക്കേ അറിയൂ, ബാക്കി ആർക്കും അറിയാൻ പറ്റില്ല. ചില സ്ഥലത്ത് നമ്മൾ വെറും ജോക്കർ മാത്രമായി പോകുന്ന ഒരു സിറ്റുവേഷൻ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തമാശ, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളും കാര്യങ്ങളൊക്കെ പറയും. അറ്റ്ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് അനുഭവിച്ചു. പിന്നെ പറയാനുള്ളത് 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാനായിട്ട് ഏറ്റവും കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. ഉറങ്ങാൻ എനിക്ക് ഒന്ന് ഉറങ്ങണം എന്ന് എനിക്ക് അതൊരു മെഡിസിന്റെ സഹായത്തിൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് 2025 ഉണ്ടായിട്ടുണ്ട്. മേ ബി കേൾക്കുന്നവർക്ക് ചിരി വരും, പക്ഷെ ഞാൻ പോയിട്ടുള്ള ചില എന്താ പറയാ സമയങ്ങൾ അത് എനിക്ക് ശരിയാണ്, അനുഭവിച്ചവർക്ക് മാത്രമാണ് അത് എന്താ പറയാ വിഷമം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നുന്നു. കേൾക്കുന്നവർക്ക് ഇത് ശരിക്കും ഒരു കെട്ട് കഥ അല്ലെങ്കിൽ ഒരു കഥയാണ്. അത് മറ്റുള്ളവർ പറഞ്ഞത് കറക്റ്റാ. കുറെ ഞാൻ പിന്നെ പൊതുവേ പുറത്തേക്ക് ഫുള്ളായിട്ട് കാണിക്കാത്ത ഒരാളായതുകൊണ്ടും മേ ബി ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ഇപ്പോഴെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു തോന്നലുണ്ടാവും. പക്ഷെ 2025 എന്ന് പറയുന്നത് എനിക്ക് അത്തരത്തിലൊരു ട്രോമ തന്നിട്ടുള്ള 2025 ആയിരുന്നു. എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വർഷം ഇനി വരാതിരിക്കട്ടെ. കിട്ടിയ ഒരു എന്താ പറയാ എന്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ ലൈഫ് പാർട്ട്ണർ ആള് സത്യം പറഞ്ഞാൽ എന്റെ ഏറ്റവും വിഷമം തോന്നിയ നിമിഷത്തിൽ പോലും എന്റെ കൂടെ നിന്നിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ ഈ ഉറങ്ങാൻ പോലും പറ്റാത്ത സമയങ്ങളിൽ എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. താങ്ക് യു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ടാറ്റ കൊടുക്ക്.